ഏവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ച തോറും നാം അനുവർത്തിച്ചു വരുന്ന വചന ധ്യാനത്തിൻ്റെ പരമ്പരയിൽ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി, പ്രത്യേകിച്ച് 23-ാം വാക്യത്തിൻ്റെ ഒരു ശകലം മാത്രം കേന്ദ്രീകരിച്ച് ചില ചിന്തകൾ ഏവരുമായി പങ്കിടുക എന്നതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ ആ ഭാഗം വായിക്കട്ടെ. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. ഇനിയും പ്രത്യേകമായി ശ്രദ്ധിക്കുക. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്ത് പറയും. എത്രയോ ഊന്നൽ കൊടുത്തിട്ടാണ് യേശു പറയുന്നത്. ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുകയും എന്ന് ഞാൻ തീർത്ത് പറയും. വളരെയധികം ചിന്തിപ്പിക്കേണ്ട, അല്ല ഞെട്ടിപ്പിക്കേണ്ട ഒരു പ്രസ്താവനയാണ് ഇത് എന്നത് ഏവരും എൻ്റെ സഹായമില്ലാതെ തിരിച്ചറിയും എന്നത് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇത് സംബന്ധമായ എന്നിൽ ഉണർത്തിയ ചില പരിഗണനകൾ, ആകുലതകൾ, ഭയങ്ങൾ, ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ആ കർത്തവ്യത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളട്ടെ. ഈ ഒരു ഭാഗത്തെ അല്ലെങ്കിൽ ഈ ഒരു പ്രസ്താവനയെ മനസ്സിലാക്കുവാൻ വളരെ സഹായിക്കുന്ന ഒരു വീക്ഷണമാണ് ആരാധനയും അറിവും തമ്മിലുള്ള പൊരുത്തക്കേട്. നാം യേശുവിനെ ആരാധിക്കുന്നുവെന്ന് പറയുന്നു. സ്വകാര്യമായും സമൂഹമായും വ്യക്തികളായും സഭകളായും നാം യേശുവിനെ ആരാധിക്കുന്നു. ആരാധനയിൽ മുടക്ക് വരുത്തരുത്. യേശുവിനെ ആരാധിക്കുന്നത് എല്ലാ ക്രിസ്ത്യാനികളുടെയും അടിസ്ഥാന ധർമ്മമാണ്, കടമയാണ്. മറ്റെന്ത് സംഭവിച്ചാലും അതിനും ഒരു വിഘ്നം, ഒരു മുടക്ക് വരുത്തരുത്, പോരായ്മ ഉണ്ടാകരുത് എന്നത് ചെറുപ്പം മുതലേ നമുക്ക് ലഭിച്ച നിർദ്ദേശവും പരിശീലനവുമാണ്. നാം അത് അനുവർത്തിച്ചു വരുന്നു. എന്നാൽ ഇതിൽ തീർച്ചയായും ഉണ്ടാകേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ ഒരു ആരാധനയായി തന്നെ തീരേണ്ടതിന് അതിൽ ഉണ്ടാകേണ്ട ഒരു ചേരുവ, അല്ലെങ്കിൽ ചുക്കില്ലാത്ത കഷായം ഇല്ലെന്ന് പറയുന്ന പോലെ അതറിവാണ്. എന്തറിവാണ്? യേശുവിനെ അറിയുക. യേശുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് യേശു ഇവിടെ പറയുന്നുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് എന്നെ അറിയുന്നവൻ. ഞാൻ ആരാണ്? എൻ്റെ പിതാവിൻ്റെ ഹിതം നിർവഹിക്കുന്നത് എൻ്റെ ഭക്ഷണവും പാനീയവുമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അപ്രകാരം എൻ്റെ ഇഹലോക ജീവിതത്തെ 100% ചിട്ടപ്പെടുത്തിയ വ്യക്തിത്വമാണ് എൻ്റേത്. ആ വ്യക്തിത്വത്തെയാണ് നിങ്ങൾ ഓർക്കണമെന്ന് യേശു സക്രമത്തിൽ കൂടെ നിർദ്ദേശിച്ചത്. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. അത് നമ്മളതങ്ങ് വെട്ടിച്ചുരുക്കി ഞായറാഴ്ചയാകുമ്പോൾ ഇച്ചിരി ഉണക്ക അപ്പവും വെള്ളം ചേർത്ത മുന്തിരിച്ചാറും കഴിക്കുന്നതാണ് ഈ സക്രമെന്ന് വരെ നമ്മൾ ആക്കി വെച്ചു. അതിലൊന്നും യേശുവിനെ പറ്റിയുള്ള ധാരണയോ ബഹുമാനമോ സ്നേഹമോ ഭക്തിയോ ഇല്ലായിരുന്നുവെന്ന് ഇപ്പോൾ പറഞ്ഞാൽ പലരും കൂട്ടാക്കുകയില്ല എന്ന് മാത്രമല്ല, തിരിഞ്ഞ് കുത്താൻ വരും. കുത്തിയാലും സാരമില്ല, സത്യം പറഞ്ഞുകൊള്ളട്ടെ.
ഈ ഒരു പ്രശ്നം ഞാൻ കണ്ടുപിടിച്ചതല്ല, യേശു അവതരിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ധൈര്യം കാണിക്കുകയാണ്. ശമര്യക്കാരി സ്ത്രീയോടുള്ള തൻ്റെ സംവാദത്തിൽ യേശു അവളോട് പറയുന്നത്, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ, അഭിനയം കൊണ്ട് ആരാധന പൂർത്തീകരിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അവർ വലിയ അബദ്ധത്തിൽപ്പെട്ട് നിൽക്കുന്നവരാണ്. അവരുടെ ജീവിതം തന്നെ വഞ്ചനയിൽ, മതപരമായ വഞ്ചനയിൽ പെട്ടുപോകുന്നതാണ് എന്ന ഭീകരമായ ഒരു ഓർമ്മപ്പെടുത്തൽ അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ ഇവിടെയുണ്ട്. നാം ആരാധിക്കുമ്പോൾ നമ്മുടെ സങ്കല്പം നാം യേശുവിനെ അറിഞ്ഞുകൊണ്ടാണ് ആരാധിക്കുന്നതെന്നാണ്. യേശു പറയുന്നു അങ്ങനെയല്ല. ഇവിടെ സൂചിപ്പിക്കുന്നത് സാധാരണ ക്രമമായി നടത്തുന്ന ആരാധനയെ പോലുമല്ല. അവർ പറയുന്നു, കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ വീര്യപ്രവൃത്തികൾ ചെയ്തു, ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, അങ്ങനെ പല അത്ഭുത പ്രവൃത്തികൾ നടത്തി. നമ്മുടെ ഇടയിലുണ്ടല്ലോ അത്ഭുത രോഗശാന്തി വിദഗ്ധന്മാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അവരെ കാണുമ്പോൾ അവർ യേശുവിൻ്റെ പ്രതിപുരുഷന്മാരെന്നൊക്കെ നമ്മൾ വിചാരിച്ച് കണ്ണഞ്ചൊക്കെ നിന്ന് പോകുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവർ പ്രത്യേകമായി ശ്രദ്ധിക്കണം. യേശു എന്താണ് പറയുന്നത്? നിങ്ങളിതൊന്നും ചെയ്തില്ല എന്ന് യേശു പറയുന്നില്ല. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളെന്നോട് കള്ളമാണ് പറയുന്നതെന്ന് യേശു പറയുന്നില്ല. അവിടെ അവകാശവാദങ്ങളെ യേശു നിരാകരിക്കുന്നില്ല. ഞങ്ങൾ നിൻ്റെ പേരിൽ ഈ വലിയ വീര്യപ്രവൃത്തികളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പച്ച കള്ളമല്ലയോ പറയുന്നത്? തോമാച്ച, അത് എന്നോട് ഇറക്കണോ എൻ്റെ പണി? അത് പോയി പള്ളി പറഞ്ഞാൽ മതി എന്ന് യേശു പറയുന്നില്ല. അത് സമ്മതിച്ചു കൊടുക്കുകയാണ്, അങ്ങനെ ചെയ്തതാണ്. പക്ഷേ അത് യേശുവിൻ്റെ പേരിലല്ലായിരുന്നു. അത് യേശുവിനോടുള്ള അറിവ് ആദരിച്ച് നടത്തിയ അഭ്യാസങ്ങളോ കലാപരിപാടികളോ അല്ലായിരുന്നു. അത് ഓരോരുത്തർ അവരുടെ സൗകര്യത്തിനും ലാഭത്തിനും അവരുടെ മനസാക്ഷിയുടെ കട്ടി അനുസരിച്ചും തൊലിക്കട്ടി അനുസരിച്ചും അഭിനയ പാഠവും അനുസരിച്ചും ജനങ്ങൾക്ക് വേണ്ട വീണ്ടുവിചാരമില്ലാത്തത് കൊണ്ട്, തിരിച്ചറിവില്ലാത്തവരായതുകൊണ്ട്, മൊണ്ണകളായതുകൊണ്ട് അവരെ എങ്ങനെയും കളിപ്പിക്കാമെന്നതുകൊണ്ട് കാലാകാലങ്ങളിൽ അവതരിപ്പിച്ച നാടകങ്ങളായിരുന്നു. അത് ആരാധനാലയങ്ങൾ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ആരാധനകളും അപ്രകാരം തന്നെയാണ്, നാടകവേദിയാണ് എന്ന ഒരു അടിസ്ഥാന തത്വം യേശു വെളിപ്പെടുത്തുകയാണ്. തൻ്റേതായ സ്വതസിദ്ധമായ രീതിയിൽ രേഖപ്പെടുത്തുകയാണ്. അന്ത്യനാളിൽ നിങ്ങളെല്ലാവരും അത് കാത്തിരിക്കുന്നവരാണല്ലോ. ഇപ്പോഴെന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയണ്ട, നിങ്ങളെന്താണ് ചെയ്യുന്നതെന്ന് അറിയണ്ട, സത്യം വേണ്ട, നീതി വേണ്ട, മനുഷ്യത്വം വേണ്ട, ഒന്നും വേണ്ട. അന്ത്യനാൾ, മരണാനന്തര ശേഷം. എന്നാൽ ഇതാ പിടിച്ചോ, കേട്ടോ, എന്താണ്? അന്ത്യനാളിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് പറയും, കർത്താവേ കർത്താവേ. കാരണം നമ്മൾ ആകെപ്പാടെ ജീവിതത്തിൽ പഠിച്ചത് കർത്താവേ കർത്താവേ. ചിലർ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ സ്റ്റൈലൊന്ന് ശരിയാണെങ്കിൽ ഒരു വാചകത്തിൽ 10 കർത്താവിനെ നിർത്തിയെങ്കിലേ ആ വാചകം 2 കാലം നിൽക്കത്തുള്ളൂ. അല്ല, വാചകത്തിൻ്റെ തന്നെ ബാലൻസ് തെറ്റിപ്പോവും. കർത്താവേ 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 എന്നങ്ങ് വിളിക്കുമ്പോൾ ആ സ്വർഗം പിളരുമെന്നാണ് പറയുന്നത്. ഇതിനകത്തൊന്നും ഒരർത്ഥവുമില്ല എന്ന് യേശു പറയുകയാണ്. ഇതിനേക്കാൾ ലളിതമായ ഭാഷയിൽ, ഇതിനേക്കാൾ ശക്തമായി എങ്ങനെയാണ് യാഥാർത്ഥ്യം വെളിപ്പെടുത്താൻ സാധിക്കും? അപ്പോൾ അന്ത്യനാളിൽ വന്ന് പറയും, കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ എല്ലാം നിൻ്റെ നാമത്തിലാണ്. ഞങ്ങളത് ചെയ്തു, ഇത് ചെയ്തു, അയ്യോ, ഒരു ലിസ്റ്റ് അങ്ങോട്ട് അവതരിപ്പിക്കുകയാണ്. പക്ഷേ അതിന് മറുപടി എന്താണ് കിട്ടുന്നത്? അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്തുകൊണ്ടാണ് യേശു അങ്ങനെയുള്ളവരെ അറിയാത്തത്? ഒറ്റ കാരണമേ ഉള്ളൂ. അത് വളരെ ലളിതമാണ്. അവർ യേശുവിനെ ഒരു നാളും അറിഞ്ഞില്ല എന്നതുകൊണ്ടാണ്. സുഹൃത്തുക്കളെ, നാം വലിയ മതഭക്തിയൊക്കെ കാണിക്കുമ്പോൾ, നാം ആരാധനയിൽ വലിയ തീക്ഷ്ണത കാണിക്കുമ്പോൾ, മത ആചാരങ്ങളെ നാം അള്ളിപ്പിടിച്ച് നിൽക്കുമ്പോൾ, മാമൂലുകളെ അഭയം പ്രാപിച്ച് നമ്മളിങ്ങനെ അഭിമാന വിച്ഛുംബിതരായി കുന്തുളിച്ച് നിൽക്കുമ്പോൾ, നമ്മുടെ ഇടയിലുള്ള ചില ധാരണകളനുസരിച്ച് നാം മതപരമായ നൃത്തം ചവിട്ടുമ്പോൾ, മറുഭാഷ പറയുമ്പോൾ, വിശ്വാസത്തിൻ്റെ വീര്യപ്രവൃത്തികൾ നടത്തി ആളുകളെ കണ്ണഞ്ചിപ്പിക്കുമ്പോൾ നാം ഒന്ന് ആലോചിച്ച് നോക്കണം, യേശു നമ്മെ അറിയുന്നുണ്ടോ? അതിന് താല്പര്യമുണ്ടെങ്കിൽ നാം തീർച്ചയായും യേശുവിനെ അറിയാൻ ശ്രമിക്കും.
എന്നാൽ എവിടെയെങ്കിലും യേശുവിൻ്റെ പഠിപ്പീരുകളുടെ സത്യം എന്താണെന്നും യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത എന്താണെന്നും അതിന് സർവ്വലോകത്തിനും പ്രദാനം ചെയ്യുവാനുള്ള സന്തോഷവും അനുഗ്രഹവും അതെല്ലാം ഉൾപ്പെടുത്തിയാണ് വെളിച്ചം എന്ന പ്രതീകം വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ഈ ഭയഭക്തി മൂത്തു നീക്കുന്ന ആളുകൾക്കാണ് കലി കയറി അവർ ഭ്രാന്ത് പിടിച്ച് ആക്രോശിക്കും. ഈ ഒരു വിരോധാഭാസത്തെ നാം തിരിച്ചറിയണം. നാം യേശുവിനെ ആരാധിക്കുന്നുവെന്ന് പറയുന്നു, യേശുവിനെ അനുഗമിക്കുന്നുവെന്ന് പറയുന്നു. എന്നാൽ യേശുവിനെ മനസ്സിലാക്കാൻ ആരും എന്താണ് കൂട്ടാക്കാത്തത്? ആ അടിസ്ഥാനപരമായ കടമ നിർവഹിക്കാതെ നമുക്ക് അല്പം പോലും മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല. പോയാൽ ആ യാത്ര അപകടത്തിലേക്കാണ് എന്ന ഒരു വലിയ താക്കീതല്ലേ ഇവിടെ നൽകുന്നത്. അറിയുക എന്ന അനുഭവം അത് പാരസ്പര്യത്തിൽ മാത്രം സ്ഥിതി ചെയ്യുന്നതാണ് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. നിങ്ങൾ എന്നെ അറിയുന്നത് പോലെ ഞാൻ നിങ്ങളെയും അറിയണം. എന്നാൽ മാത്രമേ മനുഷ്യ ബന്ധങ്ങളിൽ സ്ഥിതി ചെയ്യേണ്ട പാരസ്പര്യത്തിൻ്റെ അച്ചടക്കത്തിൽ അറിവ് എന്നത് സാധ്യമാകുകയുള്ളൂ. ഈ മതശൂരവിദഗ്ധന്മാർ യേശുവിനെ അറിയാൻ കൂട്ടാക്കാതെ അവൻ്റെ പേരിൽ ഓരോ കലാപരിപാടികളും കൊണ്ട് നടക്കുകയാണ്. ആളുകളെ തള്ളിയിടുന്നു, ചിലരെ തുവാല വീശി കറക്കുന്നു, ചിലരെ ഒലക്ക ഉയർത്തിപ്പിടിച്ച് പ്രവചിച്ച് പേടിപ്പിക്കുന്നു, ചിലരെ വാട്സാപ്പിൽ കൂടെ കറക്കുന്നു. ഇങ്ങനെ ഓരോരോ പരിപാടികൾ. പിന്നെ ഞായറാഴ്ച തോറും പുരോഹിതവർഗം കാണിക്കുന്ന നാടകങ്ങൾ, പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ കറക്കി വിരലിൻ്റെ തുമ്പത്തിട്ട് കളിപ്പിക്കാൻ ഔദ്യോഗികമായ പരിശീലനവും ലൈസൻസും ലഭിച്ച ആളുകൾ. കുറിയോ ലൈസൻസ് പറയുമ്പോൾ യേശു ഓടി വരുന്നു, ബാറയ്ക്ക് മോറൻ പറയുമ്പോൾ യേശു ഓടിപ്പോകുന്നു. ഇങ്ങനെ എന്തെല്ലാം പരിപാടികളാണ്. പിന്നെ റാസ് നടത്തുന്നു, പിന്നെ പ്രൊസഷൻ കൊണ്ടുപോകുന്നു, കുരിശെടുത്തുകൊണ്ട് നടക്കുന്നു, കുരിശിൻ്റെ പേരിൽ അടിക്കുന്നു, വചനത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നു, കുർബാനയുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തുന്നു, തള്ളുന്നു, പീഠം മറിച്ചിടുന്നു. എന്തെല്ലാം പരിപാടിയാണ്. എന്നിട്ട് അവസാനം പറയും, കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ മേശ തള്ളി ഉന്തിയിട്ടു, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ മെത്രാൻ്റെ അസഭ്യങ്ങൾ ഒന്ന് സംരക്ഷിച്ചു കൊടുത്തു, നിൻ്റെ നാമത്തിൽ സഭയ്ക്ക് വലിയ ലാഭം വരുന്ന ചില കള്ളക്കമ്മട്ടങ്ങൾ നടത്തി, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ 10 മുസ്ലിങ്ങളെ ചീത്ത വിളിച്ചു, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ മണൽ കച്ചവടം കള്ളക്കച്ചവടം നടത്തി, ഭൂമി കുംഭകോണം നടത്തി, നിങ്ങളുടെ നാമത്തിൽ ഞങ്ങൾ മറ്റുള്ളവരെ പറ്റി കള്ളസാക്ഷ്യം പറഞ്ഞു. ഇങ്ങനെയല്ലാതെ ഇതിലെല്ലാം ഏതാണ്ട് വലിയ വലിയ ഭക്തിയുണ്ട് എന്ന് ജനത്തെ ധരിപ്പിച്ച് അവരെ വെറും മൊണ്ണകളാക്കി വച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് ദയവായി മനസ്സിലാക്കുക. സമയം പെട്ടെന്ന് പോകുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കാതെ ഈ ഒരു പ്രത്യേകമായ സാഹചര്യം നമ്മെ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യത്തിൻ്റെ ചില മുഖങ്ങൾ ഒന്ന് പരിചയപ്പെടാൻ ശ്രമിക്കുക മാത്രമാണ് ഇനിയും ഉദ്ദേശിക്കുന്നത്. നാം മത ആചാരങ്ങൾ വളരെ ഭക്തിയോടെ കൃത്യമായി ആചരിക്കുന്നത് കൊണ്ട് അതിൽ ആത്മീകമായോ ദൈവികമായോ യാതൊരു അർത്ഥമോ അനുഭവമോ ഉണ്ടാകുവാൻ ഇടയാകണമെന്നില്ല എന്ന് യേശു വളരെ വ്യക്തമായി മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട ആചാരങ്ങളായ ദാനധർമ്മം ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത്, ഉപവസിക്കുന്നത്, ഇത് നിങ്ങൾ ചെയ്യുന്നു, സംശയമില്ല. പക്ഷേ ഇതൊന്നും ദൈവികമായ ഉദ്ദേശത്തോടുകൂടെയല്ല, പിന്നെയോ ആളുകളുടെ കയ്യടി വാങ്ങിക്കാനും അവരുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു മേന്മ പ്രാപിപ്പാനും വേണ്ടി മാത്രമാണ്. മറ്റുള്ളവരെ കാണിക്കാനായിട്ട് നിങ്ങൾ നടത്തുന്ന ഭക്തിയുടെ ഒരു നാടകമാണ് എന്നാണ് ഈശോടെ പറയുന്നത്. മനുഷ്യരെ കാണുവാനല്ല, പിന്നെയോ ഉള്ള് തിരിച്ചറിയുന്ന, നിൻ്റെ ഹൃദയത്തിൻ്റെ പരിശുദ്ധി തിരിച്ചറിയുന്ന, സത്യത്തെ തിരിച്ചറിയുന്ന ദൈവത്തെ നീ കേന്ദ്രീകരിച്ച് നിൻ്റെ ആരാധനാ ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നല്ല യേശു പറയുന്നത്. സമയത്തിൻ്റെ പരിധി കൊണ്ട് ഞാൻ ആ ഭാഗം കൂടുതലായി വിശദീകരിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ആരാധനാ ജീവിതം അതിൽ ഭൂരിപക്ഷവും മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എന്നതിന് വല്ല സംശയമുണ്ടോ?
പലരും ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത് ഞാനിവിടെ ചെന്ന് വന്ന അച്ഛനൊന്ന് കാണണം. എന്തുകൊണ്ടാണ് മെത്രാന്മാർ വരുമ്പോൾ ആളുകൾ തിങ്ങിക്കൂടുന്നത്? മെത്രാൻ്റെ കണ്ണിൽ എനിക്കൊന്ന് പെടണം. അതൊരു പ്രത്യേകമായ ഒരനുഭൂതിയാണ്. മനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടിയും ബഹുമാനത്തിന് വേണ്ടിയും അവരുടെ വായിൽ നിന്ന് എന്നെപ്പറ്റി ഒരു നല്ല വാക്ക് വല്ല വിധേനയും വീഴണമേ എന്ന താല്പര്യത്തിലാണ് ബഹുഭൂരിപക്ഷം ആളുകൾ മതമേഖലയിൽ ഇങ്ങനെ വിലസി നിൽക്കുന്നത് എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഇതാർക്കും തിരിച്ചറിയാൻ പ്രയാസമുണ്ടാകേണ്ടതില്ല. ഇപ്പോൾ സംഭാവന ചെയ്യുന്നു, അത് പുങ്കത്തരം കൊണ്ടാണ്, 100% പുങ്കത്തരം കൊണ്ടാണ്. ഇപ്പോൾ ഒരു ബാവ വരുമ്പോൾ കീജെ വിളിക്കുന്നു. എന്തുകൊണ്ടാണ്? ബാവയുടെ കണ്ണിലൊന്ന് പെടണം. മാത്രവുമല്ല, മറ്റുള്ളവരുടെ കണ്ണിൽ ഞാൻ എൻ്റെ സഭയെപ്പറ്റി വലിയ എരിവുള്ളവനാണ്. നല്ല മാന്യന്മാർ കൈ ചുരുട്ടി എന്ന് ബാവ കീജെ വിളിക്കുന്നത് ഞാൻ കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ പൊള്ളിപ്പോയി. സത്യം ഞാൻ പറയാണ്, ഇവരൊക്കെ എന്താണ് ഈ കാണിക്കുന്നത്? അപ്പോൾ അവസാനം പറയണം, കർത്താവേ കർത്താവേ, എൻ്റെ നാമത്തിൽ ഞാൻ ഞങ്ങളുടെ ബാബായ്ക്ക് വേണ്ടി കീഴെ വിളിച്ചു, എന്നെ അങ്ങോട്ട് കയറ്റണമേ എന്ന് പറയുമ്പോൾ പറയും, ഞാൻ നിന്നെ അറിയുന്നില്ല, നീ ആരാ എന്ന് ചോദിക്കുമെന്നാണ് ഈ പറയുന്നത്. അത്രമാത്രം ലളിതമാണ്. ഇനി നമുക്കറിയാം, മതപരമായി ചിന്തിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് മതത്തിനുള്ളത്. ഒന്ന്, എല്ലാ മതങ്ങൾക്കും മതഗ്രന്ഥങ്ങളുണ്ട്. ക്രിസ്ത്യാനിക്ക് വേദപുസ്തകമുണ്ട്. നമുക്കത് മാത്രം ചിന്തിക്കാം. നമ്മൾ വേദപുസ്തകത്തെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സത്യം അന്വേഷിക്കാനായിട്ടുള്ള വെളിച്ചമായിട്ടാണ് ഉപയോഗിക്കുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്ന 119 സങ്കീർത്തനത്തിൻ്റെ 105 വാക്യത്തിൽ, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപം പാതയ്ക്ക് വെളിച്ചമെന്നല്ലേ പറയുന്നത്. അങ്ങനെയാണോ നാം ഉപയോഗിക്കുന്നത്? നമ്മൾ ഓരോരുത്തരും വേദപുസ്തകത്തിലെ ഓരോ ഭാഗങ്ങളെടുത്ത് പ്രയോഗിക്കുന്നത് നമ്മുടെ നിലപാടുകളെ ന്യായീകരിക്കാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ സഭയ്ക്ക് കൂടുതൽ പിരിവുണ്ടാകണമെങ്കിൽ വായിക്കും, കൊടുക്കുന്നത് ലഭിക്കുന്നതിനേക്കാൾ അനുഗ്രഹിക്കപ്പെട്ടതാണ് എന്ന് വായിക്കും. അല്ലെങ്കിൽ വിശുദ്ധ കുർബാന, യേശു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇതിൻ്റെ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. ആരാണ് നിങ്ങൾ? യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. അതിനകത്ത് ഒരു പുരോഹിതനുമില്ലായിരുന്നു. പുരോഹിതന് കൈയാളാവുന്നൊരു കാര്യമേ അല്ലിത്. അതുകൊണ്ടാണിത് ഒരു അർത്ഥശൂന്യമായ നിർജീവമായ ആചാരമായി മാറിപ്പോയത്. ഇപ്പം കുട്ടികളെ സ്നാനപ്പെടുത്തണം, ഉടനെ നമ്മൾ യേശുവിൻ്റെ സ്നാനം എടുത്ത് അങ്ങ് കാച്ചും. ഈ യേശുവിൻ്റെ സ്നാനവും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നാം വേദപുസ്തകം എടുത്ത് ഉപയോഗിക്കുന്നത് 100% സത്യസന്ധത ഇല്ലാതെയാണ്, ദുരുദ്ദേശത്തോടു കൂടെയാണ്, സ്ഥാപിത താല്പര്യങ്ങളുടെ സംരക്ഷണത്തിന് അതിന് വെള്ള പൂശാൻ വേണ്ടി മാത്രമാണ് നാം ഉപയോഗിക്കുന്നത്. അവർ തന്നെ പനി പിടിച്ചു, ഉടനെ അതിന് തക്കതായ ഒരു ഭാഗം വായിച്ചു. അതിൻ്റെ അർത്ഥം എന്താണ്, ഉദ്ദേശം എന്താണ്, അതിൻ്റെ അച്ചടക്കം എന്താണ്, യേശു എന്താണ് ഉദ്ദേശിച്ചത്? ആർക്കും. എവിടെയെങ്കിലും മരണത്തിന് പോകുമ്പോൾ അവിടെ ചില സങ്കീർത്തനങ്ങൾ വായിക്കും. അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ്റെ പുനരുത്ഥാനത്തെ പറ്റി അത് വായിച്ചിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഭാഗവും ഈ മരിച്ച ആളിൻ്റെ അവസ്ഥയുമായിട്ട് എന്താണ് ബന്ധം? ഒരു ചിന്തയില്ല നമുക്ക്. യാന്ത്രികമായി ചില കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അച്ഛനോട് പറയുകയാണ്, എൻ്റെ വല്യപ്പൻ മരിച്ചുപോയി. അച്ഛനുണ്ടെ കുപ്പായമൊക്കെ ഇട്ട് വന്ന് അച്ഛൻ്റെ പുസ്തകം കൊണ്ട് വന്ന് അച്ഛൻ ഏത് വല്യപ്പൻ മരിച്ചാലും വായിക്കുന്ന അതേ ഭാഗം, വായിക്കുന്ന അതേ പ്രാർത്ഥന, വരയ്ക്കുന്ന അതേ കുരിശ്, അതേ വരയ്ക്ക് മുറമടിച്ചിട്ട് അച്ഛൻ പോവും, കിട്ടാറുള്ളത് കിട്ടി. ഇതെന്താണ്? ഇതിനകത്ത് എന്താണുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വാസ്തവത്തിൽ ചിരിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്, ചിരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ. അപ്പോൾ ഇത് വേദപുസ്തകം നമ്മളിങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയും വേദപുസ്തകം എന്താണ്? ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്, അല്ലെങ്കിൽ ജീവിക്കുന്ന വചനമാണ് ക്രിസ്തു എന്ന് പറയും. എന്നാൽ ആ ജീവിക്കുന്ന വചനത്തിൽ കൂടെ ക്രിസ്തുവിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കണ്ടേ? അങ്ങനെ ശ്രമിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ വചന ശുശ്രൂഷയിൽ അങ്ങനെ ഒരു കരുതലുണ്ടോ? ഒന്നുമില്ല. ഞായറാഴ്ച വന്നു, ആരാധനയിൽ വചന ശുശ്രൂഷ ഉണ്ടാകണം, എന്നാ പിടിച്ചു ഒരു വചന ശുശ്രൂഷ, എന്നാ പിടിച്ചു എന്നല്ലാതെ യേശു ആരാണെന്നോ എന്താണെന്നോ 50 വർഷം നിങ്ങൾ അവിടെ ഇരുന്ന് മൂക്ക് കുത്തി നിന്ന് കേട്ടാലും നിങ്ങൾക്ക് ABCD മനസ്സിലാകുകയില്ല. കാരണം അത് സംബന്ധമായ ഒരു കാര്യങ്ങളും പറയുന്നില്ല, അറിയാൻ ആർക്കും താല്പര്യവുമില്ല. ഇങ്ങനെയാണ് കിടപ്പ്. അപ്പോൾ ഇതാണ് വചനം എന്ന് പറയുമ്പോൾ. പിന്നെ ഉള്ളതാണ് വിശ്വാസ പ്രമാണങ്ങൾ, ഡോഗ്മാസ്, ഡോക്ട്രിൻസ് എന്നൊക്കെ പറയും. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്കിതുമായിട്ട് വല്ല ബന്ധവുമുണ്ടോ? ഇപ്പോൾ ട്രിനിറ്റി, ത്രിത്വം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതുമായിട്ട് എന്താണ് ബന്ധം? അതിൻ്റെ അർത്ഥം എന്താണ്?
ഇപ്പം സാധാരണഗതിയിൽ 3 ഒന്നാണ്, 1 3 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിതുമായിട്ട് എന്താണ് ബന്ധം? ഇതിലൊന്നും അർത്ഥമില്ലെന്നല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ പറയുന്നത് നമ്മുടെ അനുഭവത്തിൽ, നമ്മുടെ അറിവിൽ ഇതിനെപ്പറ്റി ങാ ngീ ങ്ങു എന്ന് നമുക്കൊരു പരിചയമില്ല. നമ്മളിത് പറഞ്ഞോളൂ. ത്രിത്വം എന്ന് പറഞ്ഞാൽ ആ ത്രിത്വം എന്താണ്? ത്രിത്വം ആ ത്രിത്വം എന്നല്ലാതെ ഒരു പിടിയും നമുക്കില്ല. പിന്നെ ത്രിത്വത്തിൻ്റെ പാല് പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി യോർദാനക്കര കടക്കാനായിട്ട് നിൽക്കുകയാണ് മക്കറിയാച്ചനും മത്തായിയും ചാക്കോച്ചനും ഒക്കെ. അവിടെയൊക്കെ അവസ്ഥ കാണുമ്പോൾ അയ്യോ, എനിക്ക് കരയണോ ചിരിക്കണോ എന്നറിഞ്ഞുകൂടാ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഭാഗം. അപ്പോൾ ഈ വാസ്തവത്തിൽ ഈ വിശ്വാസ പ്രമാണങ്ങളിൽ കൂടെ യേശുവിനെ അറിയണമെന്നാണ് ഉദ്ദേശം. നീ എന്നെ അറിയുന്നോ ഇല്ലയോ? അവസാനം നിന്നോട് ചോദിക്കുന്ന ഒരേ ഒരു കാര്യം, നീ എന്നെ അറിയുന്നുവോ ഇല്ലയോ? അറിയില്ല, അതറിയണ്ട. അപ്പോൾ ത്രിത്വം എന്ന് പറഞ്ഞ് നിൽക്കും. അയ്യോ, അപ്പം അങ്ങനെ. ഇനി മൂന്നാമതുള്ളതാണ് നമുക്കറിയാം ഈ സക്രമെന്തുകൾ. ആദ്യം ഞാൻ പറഞ്ഞു വചനം, പിന്നെ വിശ്വാസ പ്രമാണങ്ങൾ. നാലാമതാണ് ഈ സക്രമെന്തുകൾ, ആചാരക്രമാണങ്ങൾ. പ്രിയമുള്ളവരെ, ഞായറാഴ്ച തോറുള്ള ആരാധനാക്രമം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളത് എത്ര തവണ ആവർത്തിച്ചു? അങ്ങനെ ആവർത്തിക്കുന്നതിൽ കൂടെ 20 വർഷം ആവർത്തിച്ചതിൽ കൂടെ നിങ്ങൾ യേശുവിനെ പറ്റിയുള്ള അറിവിൽ വളരുകയോ, യേശുവിനോട് വൈകാരികമായി അടുക്കുകയോ, യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ വെളിച്ചത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അറിയാതെ ഒന്ന് മോന്തയ്ക്കോ എവിടെയെങ്കിലും തട്ടുവാൻ തക്കവണ്ണം ഇടയാകുകയോ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്. പിന്നെ എന്താണ്? പിന്നെ യേശു ഇങ്ങനെ പറയും എന്ന് താക്കീത് നൽകുന്നതിൽ അർത്ഥമുണ്ടോ ഇല്ലയോ? നിങ്ങൾ പറ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വന്നത്? അതിൻ്റെ ഒരേ ഒരു കാരണം ഇതാണ്. നിങ്ങൾ മാനുഷികമായ അറിവിലും സ്വാർത്ഥ താല്പര്യത്തിലും ഭൗതികമായ ഈ കൊതിയിലും അത്യാർത്തിയിലും ദൈവത്തെ കളിപ്പിക്കാം, ദൈവം മൊണ്ണയാണ്, അവനെ ഏത് വിധത്തിലും കളിപ്പിക്കാം എന്ന ഈ ധാരണയിലും നിങ്ങളുടെ അന്തരേന്ദ്രിയങ്ങളുടെ സത്യം അറിയാൻ വയ്യാത്ത കണ്ണുപൊട്ടനായ ദൈവമാണ് എന്ന ധാരണയിൽ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഈ കോലാഹലങ്ങൾ, അതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിച്ചാൽ ആ വെള്ളം അങ്ങ് മാറ്റിവെക്ക് എന്നാണ് യേശു പറയുന്നത്. അതെത്രയോ ശക്തിയേറിയ വാക്കുകളാണ്. ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? ടയറിന് കാറ്റ് പോകുന്നത്, ബലൂൺ പൊട്ടുന്നത് പോലെ പൊട്ടിപ്പോയില്ലേ? ഈ ചെയ്തത് മുഴുവനും അർത്ഥമില്ലാത്ത കാര്യമാണെന്നല്ലേ പറയുന്നത്? ഇതിനെ മുഴുവനും പരാമർശിച്ചിട്ടല്ലേ യേശു ഇത് പറയുന്നത്? എന്നിട്ടെന്താണ് നമ്മുടെ കണ്ണ് തുറക്കാത്തത്? അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. എന്താണ്? മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്താണ് നല്ല അംശം? അവൻ്റെ പാദപീഠത്തിലിരുന്ന് ബുദ്ധി പഠിക്കുക. അതിൽ കൂടെ യേശു ആരാണ് എന്ന് കൂടുതൽ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ കൂടെ മനസ്സിലാക്കുന്ന അനുഭവം കൂടുതൽ ആഴമുള്ളതായി തീരുകയും ആ പ്രക്രിയയിൽ കൂടെ വ്യക്തിത്വത്തിൽ രൂപാന്തരം സംഭവിച്ച് നിങ്ങൾ യഥാർത്ഥത്തിൽ ഭൂമിയുടെ ഉപ്പാകുന്നു, ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന നമ്മളെ ഓരോരുത്തരെ പറ്റിയുള്ള ദൈവികമായ പ്രത്യാശ നിറവേറ്റത്തക്കവണ്ണമുള്ള ഒരവസ്ഥയിലേക്ക് നാം ഉയരുന്ന ആ വലിയ സന്തോഷത്തെയാണ് യേശു വിഭാവന ചെയ്തത്. അതിൽ നിന്ന് തുരവും വ്യത്യസ്തമായി ആ യാഥാർത്ഥ്യത്തിനെ പറ്റി ഒരിക്കലും ആരുടെയും കണ്ണ് തുറക്കാതിരിക്കത്തക്കവണ്ണം മതപരമായ അന്ധത കൊണ്ട് നമ്മുടെ ജീവിതത്തെ നിറച്ചു വെച്ച് ഭൗതികമായ ഒരു വലിയ സംവിധാനം പോലെ മതത്തെ ആക്കി വെച്ച് അതിൻ്റെ അടിമകളാക്കി നമ്മെ സ്ഥാപിച്ചിരിക്കുന്ന അവസ്ഥയുടെ ഈ ദുരവസ്ഥയുടെ ശാപം, ഇതിൻ്റെ അന്ധകാരം, ഇതിൻ്റെ അധഃപതനം തിരിച്ചറിയുവാൻ നമുക്കിടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? മതതീക്ഷ്ണത, മത ആചാരങ്ങൾ, മതഭക്തി കൂടുന്തോറും മനുഷ്യൻ്റെ ധാർമ്മികമായ നിലപാടുകൾ കൂടുതൽ തകരാറാകുകയും അവൻ്റെ വ്യക്തിത്വം കൂടുതൽ ശോഷിച്ചു പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഒരു 50 വർഷം മുൻപ്, 70 വർഷം മുൻപ് വ്യക്തിത്വത്തിൽ അല്പമെങ്കിലും വീര്യമുള്ള വിശ്വാസികൾ കേരളത്തിലുണ്ടായിരുന്നു, ലോകത്ത് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. എന്നെപ്പോലെ പേടുകളെയല്ലേ നിങ്ങൾക്ക് കാണാൻ കഴിയുകയുള്ളൂ, കുപ്പായം ഉണ്ടായാലും ഇല്ലെങ്കിലും. കണ്ടാൽ
ഇവനിൽ ആത്മീയമായ വെളിച്ചമുണ്ട് എന്ന് നമുക്ക് വല്ലപ്പോഴുമെങ്കിലും തോന്നാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു പേടിനെ നിങ്ങൾക്ക് ഈ മേഖലയിൽ കാണാൻ കഴിയും. വെറും പേക്കോലങ്ങളെപ്പോലെ മനുഷ്യരുടെ മുമ്പിൽ നിന്ന് വേഷഭൂഷാദികൾ കൊണ്ട് അവരുടെ നഗ്നത മറച്ച് ജനങ്ങൾ മൊണ്ണയായതുകൊണ്ട് അവരുടെ മുമ്പിൽ വിജയിച്ച് അധികാരം അടിച്ചേൽപ്പിച്ച് അവരുടെ ബലഹീനതയെ ചൂഷണം ചെയ്ത് നടത്തുന്ന ഈ പ്രസ്ഥാനം ഇത് യേശുവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു. ആ ദുരവസ്ഥയിൽ നിന്ന് വിടുവിക്കാനാണ് താൻ വന്നത് എന്ന് യേശു വളരെ വ്യക്തമായി ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബദ്ധിതരെ വിടുവിക്കാൻ വന്നവനാണ്. ആരാണ്, എന്താണ് ഈ അവസ്ഥ? മതപരമായ അവസ്ഥ. മതമാണ് മനുഷ്യൻ വഹിച്ചുകൊണ്ടിരുന്ന ഏറ്റവും വലിയ ഭാരം. മറ്റ് ഭാരങ്ങൾ മനുഷ്യ ശരീരത്തിൻ്റെ ബാഹ്യ ഭാരമാണെങ്കിലും ഇപ്പോൾ ഒരു ചവിട്ട് തൊഴിലാളി ഭാരം കൊണ്ടു നടക്കുന്ന അവൻ്റെ തലയുടെ പുറത്താണ്, അല്ലെങ്കിൽ തോളത്താണ്. മതത്തിൻ്റെ ഭാരം നാം കൊണ്ടു നടക്കുന്ന നമ്മുടെ ഉള്ളിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ 10 കിലോ ഉള്ള ഒരു കല്ല് പിടിച്ചാൽ എനിക്ക് പ്രശ്നം വലുതായിട്ടില്ല. എന്നാൽ ഒരു 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 മൈക്രോഗ്രാം ഭാരമുള്ള ഒരു കല്ലും കഷ്ണം എൻ്റെ കണ്ണിനകത്ത് വീണാൽ ഞാൻ പ്രാണവേദന അനുഭവിക്കും. ഇതാണ് ഉള്ളിലെ പ്രശ്നമെന്ന് പറയുന്നത്. മതം നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന ഭാരം നമ്മുടെ ഉള്ളിലെ ഭാരമാണ്. അത് നിത്യതയിലേക്ക് നീളുന്ന ഭാരമാണ്. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പലതവണ സൂചിപ്പിച്ചതുപോലെ പ്രായാധിക്യത്തിൽ വരുന്ന ആളുകൾ അങ്കലാപ്പിലായി പോകുന്നത്. അവരാരാണ്? ആജീവനാന്തം നമ്മളുടെ ഭക്തിയോടുകൂടെ മതം ആചരിച്ചവരാണ്. ജീവിത സായാഹ്നത്തിൽ വരുമ്പോൾ അമ്പരപ്പെട്ട് നിസ്സഹായരായി പേടിച്ച് വിറച്ച് നിൽക്കുന്നത്. അവരോട് പറയുകയാണോ, നിൻ്റെ വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടാണ് നീ ഇത്, നിനക്ക് യേശു വിശ്വാസമില്ല എന്നൊക്കെ പറയുന്നതിനെ മടലുകൊണ്ട് തല്ലണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവരെ ഈ അവസ്ഥയിലാക്കി വെച്ചത് ഈ പറയുന്നവർ തന്നെയാണ്. അവർക്ക് സത്യസന്ധമായി അള്ളിപ്പിടിച്ച് നിൽക്കാവുന്നൊരു വിശ്വാസ പ്രമാണം അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അനുഭവിപ്പാനും സത്യത്തിൽ യേശുവിനോട് ബന്ധം പുലർത്തുവാനും ഒരിക്കലും സാധ്യമാകാത്ത വിധത്തിൽ അവരെ സംരക്ഷിക്കുകയും വിശ്വാസത്തിൻ്റെ കണ്ണടച്ച് അവരെ കറവ പശുക്കളെ പോലെ ഉപയോഗിച്ച ശേഷം അവർ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ അങ്കലാപ്പിലാകുമ്പോൾ അവിടെയും അവരെ പഴിചാരുന്ന ഈ ഒരു സമീപനം, കാഴ്ചപ്പാട് പൈശാചികമാണ്. അവരോട് സത്യസന്ധമായി ദയയോടുകൂടെ കരുണയോടുകൂടെ അവരുടെ അവസ്ഥയെപ്പറ്റിയുള്ള വേദന നാമം പങ്കെടുത്തുകൊണ്ട് അവരോട് കൂടെ ചേർന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നതിന് പകരം അവരെ പഴിചാരുകയാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത ആരാണ് അവർക്ക് വിശ്വാസം എന്താണെന്ന് പറഞ്ഞു കൊടുത്തത്? എവിടെയാണ് വിശ്വാസത്തിൻ്റെ വഴികൾ അവർ കണ്ടുപഠിച്ച് ജീവിതത്തിൽ ഒന്ന് വളരുവാൻ അവർക്ക് അവസരം ലഭിച്ചത്? യേശുവിൻ്റെ വാക്കുകൾ മറന്നു പോകരുത്. അന്ന് ഞാൻ അവരോട് പറയും, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഓർത്തോളണം. ഒയ്യോ, എന്തൊരു പ്രസ്താവനയാണ്! ഒരു നാളും, അബദ്ധത്തിൽ പോലും നിൻ്റെ മോന്ത ഞാൻ കണ്ടിട്ടില്ല, നിൻ്റെ പേര് ഞാൻ കേട്ടിട്ടില്ല, നിൻ്റെ ഒരു പ്രവൃത്തിയും എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല, നീ ചെയ്തത് വേറെ എന്തൊക്കെയാണ്, ഒരു നാളും നിന്നെ അറിഞ്ഞിട്ടില്ല എന്ന് തീർത്തു പറയും എന്നാണ് പറയുന്നത്. തീർത്തു പറയും. അല്പം പോലും സന്ദേഹത്തിനോ സംശയത്തിനോ ഇടം കൊടുക്കാതെ യേശുവിൻ്റെ പ്രസ്താവനയാണ്. 4 സൈഡിൽ നിന്നും കൊട്ടിയടച്ചുകൊണ്ടാണ് യേശു പറയുന്നത്. ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് അവരോട് തീർച്ചയായും പറയും. ഈ ഒരവസ്ഥ പെട്ടുപോകാതിരിക്കത്തക്കവണ്ണം സഭാപ്രസംഗിയുടെ ഭാഷയിൽ പറഞ്ഞാൽ, യൗവനക്കാരാ, നിൻ്റെ യൗവനത്തിൽ തന്നെ നിൻ്റെ സൃഷ്ടാവിനെ അറിയുക. സത്യം, യേശു പറഞ്ഞാൽ സത്യമാണ്. പക്ഷേ ഈ സത്യത്തെ ആരാധിക്കണമെങ്കിൽ അസത്യത്തിൽ കൂടെയും കാപട്യത്തിൽ കൂടെയും കൗടഭക്തിയിൽ കൂടെയും നാടകത്തിൽ കൂടെയും മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന ഒരു വിചിത്രമായ അവസ്ഥയിലാണ് നാം ആയിരിക്കുന്നത്, നമ്മെ ആക്കി വച്ചിരിക്കുന്നത്. ഇത് തിരിച്ചറിയുവാൻ അവർക്കും ഇടയാകട്ടെ. ആ തിരിച്ചറിവിൽ കൂടെ നാം വിടുതലിൻ്റെ ദിശയിലേക്ക് തിരിയും എന്ന പ്രതീക്ഷയിലാണ് ഈ ചിന്തകൾ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് അപ്രകാരം തന്നെ ആയിത്തീരുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ദൈവികമായ കൃപയും സമാധാനവും എപ്പോഴും ഉണ്ടാകട്ടെ. അപ്രകാരം ഉണ്ടാകത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനുള്ള ആത്മീയമായ ബുദ്ധിയും നമ്മളിൽ ഉണ്ടാകട്ടെ. ആമേൻ.